പാലായിലും പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോൾ രൂക്ഷമാണ്. ഹോസ്റ്റലിൽ കുടുങ്ങിയ കുട്ടികളെ ഫയർഫോഴ്സ് എത്തി രക്ഷപ്പെടുത്തിയെന്നുള്ള വാർത്തയും ഈ മണിക്കൂറിൽ വരുന്നുണ്ട്. മിഥുൻ അയ്യപ്പനാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, എങ്ങനെയാണ് നിലവിലെ ഒരു സാഹചര്യം? ആശ്വാസജനകമാണോ അവിടുത്തെ അവസ്ഥ? ഇപ്പോൾ പ്രധാനമായും ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ് നടത്തുന്നത്. പാലാ സെന്റ് തോമസ് കോളേജിന് മുമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ വെള്ളക്കെട്ട് രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ വിദ്യാർത്ഥികളുടെ ബന്ധുക്കളെല്ലാം തന്നെ ഇവിടെ വരെ എത്തുകയും പിന്നീട് വിദ്യാർത്ഥികളെ ബന്ധപ്പെട്ട് ഇങ്ങോട്ട് എത്തിക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനമായും ഫയർഫോഴ്സിന്റെ ഡിങ്കി ബോട്ടുകളിലായി ഇപ്പോൾ ഇത്തരത്തിലുള്ള ഹോസ്റ്റലുകളിലേക്ക് എത്തി അവിടെയുള്ള ആളുകളെ രക്ഷിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന് തിരികെ വീടുകളിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥയാണുള്ളത്. പ്രധാനമായും കൂടുതൽ ആളുകൾ ഹോസ്റ്റലിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കരുതുന്നത്. പ്രത്യേകിച്ച് ഗതാഗതം സുഗമമായിട്ടില്ല, അതായത് ഇവിടുന്ന് പുറത്തേക്കുള്ള ഗതാഗതം സുഗമമായിട്ടില്ലാത്തത് കൊണ്ട് തന്നെ ഹോസ്റ്റലിൽ പലരും തുടരുന്നുണ്ട്. ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിക്കാത്തതും അതുപോലെ തന്നെ ആഹാര സാധനങ്ങൾ ഇല്ലാതാകുന്നതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട പോകുന്നത്. ചേട്ടാ, എങ്ങോട്ടാണ് പോകുന്നത്? അവിടുത്തെ വിദ്യാർത്ഥി ബന്ധുക്കളാണോ? അല്ല, ബന്ധുക്കളൊന്നുമില്ല. 30 പേരോടെ ഉണ്ട്. അവർക്ക് ഫുഡ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് വിളിച്ചു പറഞ്ഞുകൊണ്ട് വന്നാൽ അങ്ങോട്ട് കൊണ്ടുപോകാം. അതാണ്, അവിടെ 30ഓളം വിദ്യാർത്ഥികൾ അവിടെ ഉണ്ട്. അവർക്ക് ഭക്ഷണം ഇല്ല എന്നുള്ളത് കൊണ്ടാണ്. ചേട്ടാ, അവിടുന്ന് 30 വിദ്യാർത്ഥികളുണ്ടെന്നാണ് പറയുന്നത്. 30 ആളുകളെ ഇന്നലെ രാത്രി കൊണ്ട് താമസിപ്പിച്ചു. അവർക്കപ്പോൾ ഫുഡില്ല. അവർ ഈ മുനിസിപ്പാലിൻ്റെ പരിധിക്കകത്ത് വരുന്നതല്ലെന്ന് പറഞ്ഞ് മുനിസിപ്പൽ സെക്രട്ടറി ഫുഡ് കൊടുക്കാൻ പറ്റുകയെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ അപ്പോൾ അവർ വിളിച്ചു പറഞ്ഞുകൊണ്ട് ഫുഡുമായിട്ട് വന്നാൽ ഇപ്പോൾ ആ ഹോസ്റ്റലിലേക്ക് വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഭക്ഷണം ഇല്ല എന്ന് അറിയിച്ചത് കൂടി സന്നദ്ധ പ്രവർത്തകർ ഭക്ഷണം എത്തിക്കുന്ന ഒരു സംഭവമാണ് ഉള്ളത്. അപ്പോൾ ചില ആശയക്കുഴപ്പങ്ങൾ കേൾക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ബൈറ്റിൽ നിന്ന് അദ്ദേഹം പറഞ്ഞതിനെ നമുക്ക് മനസ്സിലാക്കാൻ ശരി മിഥുൻ, എന്തായാലും വെള്ളക്കെട്ടിന്റെ സാഹചര്യം മാറാതെ തന്നെ നിൽക്കുകയാണ്. തത്സമയം വിവരങ്ങൾ നൽകുകയായിരുന്നു മിഥുൻ അയ്യപ്പൻ.